ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അതുകൂടി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തിൽ നിന്ന് കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ എസ് സുനിൽകുമാർ പറഞ്ഞു തൃശ്ശൂരിലും ഇത്തരത്തിലുള്ള ചില അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ടാകാമെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത അങ്ങനെ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ കേരളത്തിൽ അത്ര പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു വോട്ടർ പട്ടികയെ അട്ടിമറിക്കാൻ കഴിയില്ല. അതിന് കാരണം ഇപ്പം ഞാൻ ബൂത്ത് ഏജന്റായി ഇരുന്നിട്ടുള്ള ആളാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വോട്ടർ പട്ടിക പഠിക്കുക എന്നുള്ള പരിപാടിയാണ്. ായിരിക്കുമ്പോൾ അല്ല, അതിനു മുമ്പ് പഠിച്ചു തുടങ്ങണം. അതായത് വോട്ടർ പട്ടിക പഠിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു സംഘടനാ ഏർപ്പാടാണ്. ഇവിടെ CPM-ന് കൃത്യമായി ഒരു ചിട്ടയായ സംഘടനാ സംവിധാനം താഴെത്തട്ടിലുള്ളതുകൊണ്ട് അവർ പഠിക്കും. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് കോൺഗ്രസും പഠിക്കും. കേരളത്തിലെ രീതി അതാണ്. കേരളത്തിൽ താഴെത്തട്ടിൽ വേറെ സംഘടന കോൺഗ്രസിനും ഓരോ വീട്ടിലും അവിടെയുള്ള ആളുകളെയും അറിയാം. അത് കൃത്യമായി ഇരുന്ന് പഠിക്കും. ഇത് ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസിന്. ഇപ്പോൾ കർണാടകത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂർ നോർത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ശേഷിയില്ലായ്മ കൂടിയാണ്. കാരണം അവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ആൾക്കൂട്ട ഉത്സവമായി വന്ന് അങ്ങനെ അങ്ങ് വോട്ട് ചെയ്ത് പോകുന്നു, എവിടുന്നോ വരുന്നു വോട്ട് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയാണ്. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ ഓരോ വോട്ടറുടെയും മുഖത്ത് നോക്കി. ഇവിടെ കേരളത്തിൽ കള്ളവോട്ട് വിവാദം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആളെ അറിയാം. പറയും ആ പരിമിതമായ വോട്ടുകളെ കള്ളവോട്ട് എന്നുള്ള നിലയ്ക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. കാരണം അത് പിടിക്കപ്പെടും. ഇത് ഈ പ്രക്രിയയിലാണ് കോൺഗ്രസ് ഇനിയും കൂടുതൽ ആർജവത്തോടെ ഏർപ്പെടേണ്ടത്. കാരണം ഈ വോട്ടർ പട്ടിക പഠിക്കുക, സംഘടനാപരമായി കൂടുതൽ ശക്തി ആർജിക്കുക, എന്നിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിപ്പം നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ആദ്യം രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസിനെയോ കൊടുക്കാനായിരിക്കും ഇനി ആദ്യം നോക്കുക. അല്ലെങ്കിൽ ഇതിനെല്ലാം ആദ്യഘട്ടത്തിൽ തള്ളിക്കളയാനായിരിക്കും നോക്കുക. പക്ഷേ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അതത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബിയർ പാർലറിൻ്റെ, ഒരു ബിയർ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ മറവിൽ 68 വോട്ടുകൾ അവിടെ ഉണ്ടെന്ന്. ഒരു 80 വോട്ടുള്ള വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒറ്റ മുറിയാണ്. ആ അന്വേഷിച്ച് ചെന്നവരെ തല്ലി ഓടിച്ചു. അതും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പോയി ഇവിടുത്തെ ആരാണ് ഈ വോട്ടർമാർ, ഇവിടെയുള്ള ഈ 80 പേരെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആളുകൾ തല്ലി ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതി അത് സംഘടിതമായി ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയ ഒരു കുറ്റകൃത്യമാണ്, ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ്. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നാണം കെടും എന്നുള്ളത് കൂടിയാണ്. ഈ കാഴ്ച ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നാണം കെടുത്തും.